കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന്. മോളെ എന്ത് പ്രശ്നം? ഞങ്ങളാരും അടിച്ചോണ്ട് പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ? ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയതൊന്നും പറയത്തില്ലയോ? കാലി തൊട്ട് കൊടുത്തിട്ട് പിടി. നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹത്തിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കാണാൻ ഇടയുണ്ടായി. അതായത് നമ്മുടെ പത്തനംതിട്ടയിലുള്ള ജീവമാതാ കാരുണ്യ ഭവനിൽ വെച്ചാണ് ആക്ച്വലി ആ ഒരു കല്യാണം നടന്നിട്ടുള്ളത്. ഞാൻ ആക്ച്വലി അവരുടെ സബ്സ്ക്രൈബർ ആണെന്നോ ആയിരുന്നു അങ്ങനെ എന്റെ യൂട്യൂബിൽ ഫ്രണ്ടിൽ അവരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ആക്ച്വലി വിചാരിച്ച അതിൽ അവിടെ തന്നെ ഉള്ള ഒരു കുട്ടിയുടെ വിവാഹം അവരെ പുറത്തുനിന്ന് വന്ന അങ്ങനെ അവർ സാധാരണ രീതി ചെയ്യുന്നത് പോലെ ആയിരിക്കും ഒരു കല്യാണം എന്ന് കരുതി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു വീഡിയോ കണ്ടത്. ഈ ഒരു 2 പേരുടെയും ഒരു ഒളിച്ചോട്ടം ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ തന്നെ വീട്ടുകാര് അവർ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉള്ളത്, അവരുടെ ചാനലിൽ അവർ ഇട്ടേക്കുന്നതായിട്ട് കണ്ടു. ആ ഒരു ചാനൽ നമ്മൾ ആക്ച്വലി ആ ഒരു വീഡിയോ കാണുമ്പം അതായത് സ്വന്തം ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി ഒളിച്ചോടി ആ പെൺകുട്ടി അടിച്ചോണ്ട് വരുന്നതായിട്ടുള്ള ഒരു വീഡിയോ. ചെറുക്കനും പെണ്ണിനും വലിയ പ്രായമൊന്നുമില്ല. ചെറുക്കനെ കണ്ട് 24 വയസ്സും പെണ്ണിനെ കണ്ട് 23 വയസ്സേ ഉള്ളു. എന്നിട്ട് ഇവര് എന്താണ് ചെയ്തത്? വളരെ സ്നേഹത്തോടെ തന്നെ വീട്ടിലേക്ക് കയറ്റുന്നു. ഭയങ്കര സ്നേഹനിധിയായ അമ്മയെ പോലെ ഭയങ്കര എന്താണ് നമ്മുടെ വാർത്താ ചാനലൊക്കെ റിപ്പോർട്ട് വായിക്കില്ലേ, അതുപോലത്തെ ലൈവായിട്ട് ആ ഒരു സംഭവം എന്താണ് യൂട്യൂബിലേക്ക് ആ ഒരു വീഡിയോ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം സ്വന്തം അമ്മയുടെ സപ്പോർട്ടോടു കൂടിയാണ് ആ പയ്യനെ ചെയ്തത്. അതിപ്പോ നമ്മളിപ്പോ അതിലത് തെറ്റൊന്നും പറഞ്ഞില്ല. കാരണം ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച്, പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ശരി തെറ്റൊന്നും പറയുന്നില്ല. കാരണം സ്വന്തം ആ ഒരു പ്രായത്തിൽ അവനവന്റെ അഭിപ്രായം അല്ലെങ്കിൽ അവനവന്റെ ഇഷ്ടമായിരിക്കും ഇറങ്ങി വരിക. നമ്മൾ അതിൽ തെറ്റൊന്നും പറയുന്നില്ല. സ്വന്തം വീട്ടുകാർ ഉപേക്ഷിച്ച് വരുന്നതിനൊന്നും നമുക്ക് ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആ ഒരു എന്താണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് വെക്കുന്ന കാൽ അല്ലെങ്കിൽ അടുത്ത ഒരു ചൂടിലേക്ക് വെക്കുന്നിടത്ത് ഒരു ഇടർച്ച സംഭവിക്കാതെ ആ ഒരു വീട്ടുകാർ ആ കൊച്ചിനോട് കാണിച്ചതിനോടൊക്കെ നമുക്ക് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, ഓക്കെ, ബഹുമാനം തോന്നുന്നുണ്ട്. സ്വന്തം അമ്മയെ പോലെ തന്നെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം വന്നിട്ട് വീട്ടിലേക്ക് എന്താണ് വലത് കാലികച്ച് കയറും മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ തന്നെ വിളിച്ച് കയറ്റുന്നതായിട്ടൊക്കെ പിന്നീട് നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് ജീവമാതയിൽ പോയി എന്തിനാണ് ഇവര് വിവാഹം കഴിച്ചതെന്ന് നമുക്ക് അതിനെക്കുറിച്ച് അദ്ഭുതമായിട്ട് അറിയത്തില്ല. ഇത് നിൽക്കുകയാണ്, പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ വന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഇടിയിട്ട് അറിയാകത്തില്ല. അപ്പോൾ ദേണ്ട ആ സൈഡിൽ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചെന്ന് കണ്ടു. അപ്പോൾ പുള്ളിക്കാരി എന്താണെന്നാ വീട്ടിൽ നിന്ന് ചാടി പോരുന്നത് കൊണ്ടാണോ കറുപ്പൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പം ദേണ്ട അതാണ്ട് വരുന്ന ഈ 2 സാധനങ്ങളാണ്. അവനെ അറിയാമല്ലോ, അതുകൊണ്ട് അതാണ് കുട്ടി. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന്. മോളെ എന്ത് പ്രശ്നം? ഞങ്ങളാരും അടിച്ചോണ്ട് പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ? ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയതൊന്നും പറയത്തില്ലയോ? മോഡ് ഇഷ്ടപ്രകാരം തന്നെ വന്നില്ലയോ? ആണ്ട വീട്ടിലെത്തിയിരിക്കുകയാണ്. ആ ആളോ അതിനെക്കാട്ടി പേടിച്ചു തൂറി. അയാൾ പേടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ തയ്യാറാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ഒരാളെത്തുമ്പോൾ അത്യാവശ്യം ഒരു വിളക്കൊക്കെ കൊടുത്തങ്ങ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു. പുതിയൊരു വീട്ടിലേക്ക് വരുമല്ലേ, എന്നും ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ടുന്ന ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളക്കൊക്കെ എടുക്കാനായിട്ട് അകത്തേക്ക് കയറി പോയിരിക്കുകയാണ്. അണ്ണനാണ് വിശദമായിട്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. എല്ലാവരും കൂടി ഇങ്ങനെ ഇയാളെ തന്നെ തുറിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആണ്ട് പൂച്ച വരെ ജനലെ വന്ന് നോക്കുക, ഇത് ഏതടാ ഈ വന്ന പുതിയ സാധനം എന്നുള്ളത്. ഇപ്പോൾ വീട്ടിൽ പെയിൻ്റ് അടിയൊക്കെ നടക്കുമായിരുന്നു. ഓണം പ്രമാണിച്ച് കുറച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും പെയിൻ്റ് അടിക്കാൻ ഇനിയിപ്പോൾ ഒരാളും കൂടെ നമുക്ക് കൂട്ടിനായിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആളെണ്ണവും കൂടി ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്ക് അയാളെയും കൂടെ കൂട്ടിന് കൂട്ടാമെന്ന് കരുതി. അപ്പോൾ പിന്നെ വിളക്കൊക്കെ എടുത്ത് കയറ്റാം. കാലി തൊട്ട് കൊടുത്തിട്ട് പിടി. വിളക്ക് തിരിച്ചു പിടി കറക്കി. ഇത് ആക്ച്വലി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് അങ്ങേയറ്റം പ്രചോദനപ്പെടാൻ ഒരു വിധത്തിലേക്ക് മറ്റൊരു ചാൻസ് ആവുന്ന ആക്ച്വലി ഒരു വീഡിയോ ആണ്. ആക്ച്വലി എന്തുകൊണ്ട് നമ്മൾ എല്ലാവരും വിചാരിക്കരുത് ഇറങ്ങിപ്പോവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ എല്ലായിടത്തും ഇതേ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത് ഗൈസ്. ചില കുട്ടികൾക്ക് മാത്രം അല്ലെങ്കിൽ ചില ഭാഗ്യപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഇങ്ങനെ. ഇതിൽ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ എന്നൊരു കാര്യം ഇന്നത്തെ കാലത്ത് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളികളുടെ മനസ്സേ മാറിപ്പോയി. ഇപ്പം എന്താണ് പറയാ, സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഏത് കാര്യങ്ങളും തുമ്മലും മുക്കലും മൂളലും എല്ലായിടത്തും സോഷ്യൽ മീഡിയ വിളമ്പാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാ.
ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞ ട്രെൻഡിങ് കണ്ടന്റ്, നമ്പർ 1 ട്രെൻഡിങ് കണ്ടന്റ് ആണ്. ഇതിലൂടെ ഇപ്പൊ അവർക്ക് ജീവിക്കാനുള്ള വകയുമായി ഇനി ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ നല്ല റോക്കറ്റ് പോലെ കുതിച്ചു കയറും, കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. എന്താണ് നല്ല വ്യൂസും വാച്ച് അവറും കിട്ടും. ഒളിച്ചോട്ടം എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. ഒരുപാട് ഇതുണ്ടല്ലോ, ഇന്റർവ്യൂസ് വരും. ഇനിയിപ്പോ ഇന്റർവ്യൂസിലേക്കൊക്കെ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് ട്രെൻഡിങ് ടോപ്പിക് ആണല്ലോ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞ കാര്യങ്ങൾ. കൊച്ചുകുട്ടികളൊക്കെ ആക്ച്വലി ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്നും നമ്മള് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ആക്ച്വലി എന്താണ്, നമ്മളിപ്പം ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, വാച്ച് അവർ, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറച്ച് നാളത്തേക്കൊരു എന്താണ് നമുക്കൊരു ഇത് കിട്ടും എന്ന് കരുതി, സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും. എന്നിരുന്നാലും അടി വന്ന കമന്റ്സ് ഒക്കെ നമ്മൾ നോക്കണം. ഒരിക്കലും എത്ര വയസ്സുണ്ട് ഈ പിള്ളേർക്ക്, എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മള് എന്തായാലും ഇറങ്ങി വന്ന പെൺകൊച്ച് ഒരു രീതിയിൽ മറ്റൊരു രീതി ചെറിയ ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്ന് തോന്നുന്നു. കാരണം എന്താണ്, കയറി വന്ന ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് അതിനെ വിളിച്ചുകൊണ്ട് വരുന്ന മാതാപിതാക്കൾ ഒരിക്കലും നമ്മള് ചുറ്റും കാണുന്ന ഒരു സന്ദർഭം പോലെ ആക്ച്വലി ഇതായില്ല. അങ്ങനെ ഒരു വെറൈറ്റി പോലെ എനിക്ക് ആക്ച്വലി ഒരു വീഡിയോ തോന്നി. പിന്നെ എന്താണ്, ഇവർ ജീവമാതയിലാണ് പോയി വിവാഹം കഴിച്ചത്. ആ ഒരു എന്താണ് പറയാ, വളരെ പുണ്യപ്രവൃത്തിയോടെ അവിടെയുള്ള അമ്മമാർക്കൊക്കെ ആഹാരം കൊടുത്തൊക്കെയാണ് ഇവർ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് തോന്നി. പിന്നെ എന്താണ് പറയാ, ആക്ച്വലി ഇവര് വീഡിയോ ഇട്ടത് ചിലപ്പം എന്താണ് പറയാ, നമുക്ക് അത് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് ആ ഒരു കണ്ടന്റ് ഒക്കെ നല്ലോണം കയറി പോകുന്ന കണ്ടന്റ് ആണ്. പിന്നെ അവര് കുറച്ചൊന്ന് ഫേമസ് ആവും, കുറച്ച് വൈറലാവും. കാരണം നമുക്കറിയാമല്ലോ, മുൻ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അറിയാം. ഒളിച്ചോട്ടം എന്ന് പറഞ്ഞ സംഭവം അത് കണ്ടന്റ് ആക്കിയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഗ്രാഫ് എങ്ങോട്ടാ പോയേക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. ഇനിയിപ്പം ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരും. അവര് അതൊക്കെ വേറൊരു കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ എന്നിരുന്നാലും നമ്മള് ഇതെല്ലാം ചില എന്താണ് ട്രെൻഡിങ്ങിന് വേണ്ടി ഇന്നത്തെ മലയാളികൾ പോകുന്ന പോക്കുകളാണ് ഗൈസ്. ജീവിതത്തിലെ ഇപ്പം ഈ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തും കണ്ടന്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ഇങ്ങനെയൊക്കെയാണ് പറയാനായിട്ട് തോന്നുന്നത്.